കൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലയ്ക്കെതിരെ ഉയരുന്ന പ്രതിരോധത്തിൽ വല്ലാതെ ഉലഞ്ഞു നിൽക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയും മമതയുടെ സർക്കാരും. സാധാരണഗതിയിൽ BJP ഉയർത്തുന്ന ആരോപണങ്ങളെ, പ്രതിഷേധങ്ങളെല്ലാം അതിശക്തമായി തന്നെ പ്രതിരോധിക്കുന്ന മമത ഈ വിഷയത്തിൽ വല്ലാതെ പിന്നാക്കം പോകുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. BJPക്ക് അപ്പുറത്തേക്ക് സാധാരണ ജനങ്ങളടക്കം ഈ സമരത്തിൽ അണിനിരുന്നതോടുകൂടിയാണ് മമതയെ വല്ലാതെ പ്രതിരോധത്തിലെത്തിയത്. എന്നാൽ സ്വാഭാവികമായ മമതയുടെ രീതി അനുസരിച്ച് തന്നെ മമത ഇപ്പോൾ ഈ വിഷയത്തെ BJPക്കെതിരെ തിരിച്ചുവിടാനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താനും ശ്രമിക്കുകയാണ്. പ്രധാനമായും മമത BJPയോട് പറയുന്നത് ബംഗാളിനെ ആകെ തീ പടർത്താനാണ് ശ്രമമെങ്കിൽ ആ തീ അങ്ങ് ഡൽഹിയിലും എത്തും എന്നാണ്. അതോടൊപ്പം തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ അസമിലേക്കും ബീഹാറിലേക്കും ഒഡീഷയിലുമൊക്കെ ഈ തീ പടർത്തുമെന്നും മമത പറയുന്നു. മറുവശത്ത് ബംഗാളിൽ മമത ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, ബംഗാളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്കേറ്റ കനത്ത പരാജയത്തിൽ നിന്നുള്ള തിരിച്ചടി, ആ പരാജയത്തോടുള്ള പകപോക്കലാണ് ഇപ്പോൾ തനിക്കെതിരെ നടപ്പാക്കുന്നതെന്നും മമത പറയുന്നു. ഒപ്പം തന്നെ മറ്റൊന്നുകൂടി മമത മുന്നോട്ട് വെക്കുന്നു. അത് പ്രധാനമായും BJP ഉദ്ദേശിച്ചു മാത്രമല്ല, സമരക്കാരുടെ വൈകാരികമായ വിക്ഷോഭങ്ങളെ തണുപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ കൂടിയാണ് ബലാത്സംഗ കുറ്റത്തിന് വധശിക്ഷ ഉറപ്പാക്കുന്ന നിയമം 10 ദിവസത്തിനുള്ളിൽ ബംഗാൾ നിയമസഭ പാസാക്കുമെന്നും ഈ ബില്ലിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറായില്ലെങ്കിൽ ഗവർണറുടെ ഓഫീസിനു മുന്നിൽ താനടക്കം വന്ന് കുത്തിയിരിക്കുമെന്ന് കൂടി മമത പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ മമതയുടെ അനന്തരവൻ കൂടിയായ അഭിഷേക് ബാനർജി അല്പം കൂടി കടത്തിയാണ് പറയുന്നത്. കേന്ദ്ര സർക്കാർ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന ആക്രമണ വിഷയങ്ങളിൽ അതിശക്തമായ കുറ്റം ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ഒരു നിയമം നടപ്പാക്കാൻ ഉടൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ പ്രക്ഷോഭം ഡൽഹിയിലേക്ക് വ്യാപിപ്പിക്കും എന്നുകൂടി പറയുന്നു. എങ്ങനെയാണോ BJP ബംഗാൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്, അതേ നാണയത്തിൽ തന്നെ BJPയെ കൂടി പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മമതയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നടത്തുന്നത്. പ്രധാനമായും കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിൽ നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് നേരെ ജലപീരങ്കി ഉപയോഗവും ലാത്തിചാർജും എല്ലാം നടന്നിരുന്നു. ഇതിനെതിരെയാണ് ബംഗാളിൽ 12 മണിക്കൂർ നീളുന്ന ഒരു വലിയ സമരത്തിന് BJP ആഹ്വാനം ചെയ്തത്. ഈ പോലീസ് അതിക്രമത്തിനെതിരായി ഈ സമരത്തിൽ മമതാ ബാനർജി പ്രധാനമായും പറഞ്ഞത് ബംഗാളിൻ്റെ ക്രമസമാധാനം നശിപ്പിക്കാൻ വേണ്ടിയുള്ള BJPയുടെ ശ്രമത്തെ പോലീസ് ഫലപ്രദമായി നേരിട്ടു എന്നുള്ളതാണ്. എന്നാൽ BJP അധ്യക്ഷൻ സുഗാന്ത മജുംദാർ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരു കത്തെഴുതി. ആ കത്ത് ഏകദേശം മമതയെ പൂർണ്ണമായും ദേശവിരുദ്ധയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് ഭരണഘടനാ പദവി വഹിക്കുന്ന ഒരാളുടെ ശബ്ദമല്ല, അത് ഒരു ദേശവിരുദ്ധൻ്റെ ശബ്ദമാണ്. ഭീഷണിപ്പെടുത്താനും അതോടൊപ്പം തന്നെ അക്രമം വളർത്താനും ജനങ്ങൾക്കിടയിൽ വിദ്വേഷം വിതയ്ക്കാനുമുള്ള വ്യക്തമായ ശ്രമമാണ് മമതയുടെ പ്രസ്താവന. അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രി പദവി വഹിക്കാൻ അർഹയല്ല. ഉടൻ തന്നെ മമത രാജിവെക്കണം. മുഖ്യമന്ത്രിയുടെ നിലപാട് ആശങ്കാജനകവും ബംഗാളിൻ്റെ സുരക്ഷയും സംസ്ഥാനത്തിൻ്റെ അഖണ്ഡതയും ദുർബലപ്പെടുത്തുന്നതാണെന്നും മജുംദാർ ആരോപിക്കുന്നു. ആ തരത്തിലേക്ക് അതിശക്തമായ ആരോപണവുമായി ഒരു ഭാഗത്ത് BJP നിൽക്കുമ്പോൾ BJPയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഞങ്ങൾ 10 ദിവസത്തിനുള്ളിൽ നിയമം നടപ്പാക്കും, ആ ബില്ല് അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാവണം, അല്ലെങ്കിൽ ഗവർണർക്കെതിരായ സമരമായി ഇതിനെ മാറ്റും. എങ്ങനെയാണോ മമത പ്രതിരോധത്തിൽ പോയത് അതേ നാണയത്തിൽ തന്നെ BJPയെ തിരിച്ചടിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം കൂടിയാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. എന്തായാലും BJPക്ക് കഴിഞ്ഞ കുറേ കാലത്തിനിടയിൽ വീണ് കിട്ടിയ വലിയൊരു അവസരമായി കൂടിയാണ് ഈ വിഷയത്തെ ഉന്നയിക്കുന്നത്. കാരണം രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സാധാരണ മനുഷ്യരുടെ കൂടി പിന്തുണയുള്ള അല്ലെങ്കിൽ വൈകാരികമായ പിന്തുണയുള്ള ഒരു വിഷയമാണ് ഒരു യുവ ഡോക്ടർക്ക് ഒരു ആശുപത്രിയിൽ വെച്ച്, എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരു ആശുപത്രിയിൽ വെച്ച് ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുക എന്നുള്ളത്. ആ വിഷയത്തിലാണ് പ്രതിരോധത്തിലായ മമത ഇപ്പോൾ പതിയെ തിരിച്ചു വരാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ ശ്രമങ്ങൾ കൂടിയാണ് ഈ 2 നീക്കങ്ങളിലൂടെ നടത്തുന്നത്. ഒന്ന്, BJPക്കെതിരെയുള്ള സമരത്തെ കേന്ദ്ര വിരുദ്ധ സമരമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. 2, ഞങ്ങൾ നിയമം നടപ്പാക്കാൻ പോവുകയാണ്, ആ നിയമം നടപ്പാക്കുന്ന ബില്ലിൽ ഒപ്പിടാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അത് ഗവർണർക്കെതിരെയുള്ള സമരമാക്കി മാറ്റുമെന്നുള്ളത്. മൂന്നാമത്തെ വിഷയം, കേന്ദ്ര സർക്കാർ കൂടി സമാനമായ ഒരു നിയമനിർമ്മാണത്തിന് തയ്യാറാവണം എന്നുള്ള ആയുധം വളരെ കൃത്യമായി തന്നെ മമത അങ്ങനെ രാഷ്ട്രീയമായി തിരിച്ചുകൊണ്ട് ആ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം കൂടി നടത്തുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ ഏതു ഭാഗത്താണ് രാഷ്ട്രീയ നീക്കങ്ങളാണ് വിജയം കാണുക എന്നുള്ളതോ ഒക്കെ ഇതിൽ കാണേണ്ടത് തന്നെയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു പ്രധാനപ്പെട്ട വിഷയം, സ്ത്രീകൾക്കെതിരെ ഇത്തരം അക്രമം നടക്കുമ്പോൾ ആ സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരുകൾക്ക് തയ്യാറാവുക, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നിയമനിർമ്മാണവും നടപടികളും നടത്താൻ സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലേക്കാവും യഥാർത്ഥത്തിൽ കാലം ഈ വിഷയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, എങ്ങനെയാണ് വിലയിരുത്തുക എന്നൊക്കെ തീരുമാനിക്കപ്പെടുക.